ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് മോർണിംഗ് സെറ്റപ്പിൽ ട്രേഡ് ഒന്നും കിട്ടിയില്ല. കാരണം മോർണിംഗ് സെറ്റപ്പിൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അപ്സൈഡ് വ്യൂ ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഡൗൺ സൈഡാണ് ഫോളോ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ട്രേഡൊന്നും എടുത്തില്ല. ഇപ്പോഴാണ് എനിക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടത്. നമ്മുടെ ഈ ഹാമർ ക്യാൻഡിലിനെ മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തത്. ഒരു 100 പോയിൻറ്റ്സിൻ്റെ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എക്സാക്ട്ലി ദാറ്റ്സ് ഇതായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ക്യാൻഡിലിൻ്റെ ലോ എക്സാക്ട്ലി ക്യാൻഡിലിൻ്റെ ലോ, ഹാമർ ക്യാൻഡിലിൻ്റെ ലോ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കത്തില്ല. ആ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കും. സോ അതായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ഈ ലൈനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, എനിവൈസ് നമ്മളുടെ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുമ്പം ഏകദേശം ഒരു 48 പോയിൻറ്റ്സ് 48 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് നമ്മളിന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവിലാണ് റണ്ണിങ്. മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റാണ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മേളിൽ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ നമ്മളുടെ 940 ലൈനാണ്. അപ്പോൾ 940 ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആവുള്ളൂ. ഏതായാലും ഇപ്പോൾ ചെറിയൊരു ലോസ് റണ്ണിങ് ആണ്. നമ്മൾ എടുത്തത് 5100 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. 90 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. ആവറേജ് ഒരു 101.45 കിട്ടി. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ നെഗറ്റീവിലല്ലേ റൺ ചെയ്യും. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം. 101.45 കിട്ടിയത്. അപ്പം 620 ഓക്കെ 78ഉം ട്രിഗർ 679 ഫൈൻ 679 ഓക്കെ. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ്, ഞാൻ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മാനുവലി ഇറങ്ങിയായിരുന്നേ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്തേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, എനിക്ക് ഇവിടെ നിന്ന് ഒരു ഓവറോൾ ഒരു സ്ട്രക്ചർ മാർക്കറ്റിൻ്റെ മാറുന്ന പോലെ തോന്നി. ഒരു താഴത്തോട്ടൊരു ഫോള് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തത്. പക്ഷേ ഈ ഫോം അയക്കുന്ന റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാം. പക്ഷേ അത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയപ്പോൾ എനിക്ക് തോന്നി മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ മാറുന്ന പോലെ എനിക്ക് തോന്നി. സോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു കിട്ടേണ്ടത്.
ഇപ്പോൾ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ റീ എൻട്രി എടുത്തേക്കാം. സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ ഒന്നും കൂടെ റീ എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് 696 ഇപ്പോൾ റീ എൻട്രി കിട്ടിയത്. കുഴപ്പമില്ല, നമുക്കിത് ഈ ക്യാൻഡിലിൻ്റെ ഹൈയിലായിരുന്നു നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തത്. താഴത്തോട്ട് വരും എന്നോർത്താണ് ഞാൻ അവിടെ ഹൈയെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നപ്പം ഇതെടുത്തത്. നോക്കാം ഏതായാലും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും സെയിം നമ്മൾ നേരത്തെ വെച്ച ഒരു പോർഷനിൽ തന്നെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും വയ്ക്കുക. സെയിം എക്സാക്ട്ലി 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും നേരത്തെ വെച്ചിരുന്ന പോലെ തന്നെ ക്യാൻഡിലിൻ്റെ ലോ തന്നെയായിരിക്കും ഒരു സ്റ്റോപ്പ് ലോസുമായിട്ട് വയ്ക്കുക. സോ 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയും സ്റ്റോപ്പ് ലോസ് എക്സാക്ട്ലി ക്യാൻഡിലിൻ്റെ ലോയിൽ 47. എനിക്ക് ആ സ്ട്രക്ചർ ഒന്ന് മാറുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ആ ട്രേഡിൽ മാനുവലി എക്സിറ്റ് ചെയ്തത്. ഇപ്പോൾ കുഴപ്പമില്ല. 692 നമ്മൾ എക്സിറ്റ് ചെയ്തത്. 696 നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. ആവറേജ് ബൈയിങ് പ്രൈസ് ഇച്ചിരി താഴത്ത് കിട്ടിക്കാണുന്നു. ഇപ്പോൾ 101.45 നമുക്ക് ഓവറോൾ പ്രൈസ് കിട്ടിയത്. 698 ആയിട്ടുണ്ട് ഇപ്പോൾ ആവറേജ്. ഏതായാലും റിസ്ക് എടുക്കണ്ട. ഇപ്പോൾ ചെറിയൊരു നെഗറ്റീവാണ് റൺ ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വച്ചേക്കാം. സ്റ്റോപ്പ് ലോസ് സെയിം നേരത്തെ വച്ചിരുന്ന പോലെ തന്നെ സെയിം പോയിൻറ്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇനിയിപ്പോൾ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. സോ എനിക്ക് അവിടെ നിന്നൊരു അത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിനെ എല്ലാം ട്രാപ്പ് ചെയ്തിട്ട് താഴത്തോട്ട് വരാനുള്ള ചാൻസും തോന്നിയുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തത്. അല്ലാതെ വെറുതെ റാൻഡംലി മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തതല്ല. ഓക്കെ, എനിവേയ്സ് ഇപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം കുറച്ച് മൊമെൻറ്റം മേളിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും കൂടെ കൊടുക്കാം. ഇനി അല്ല, ടാർഗറ്റ് ഏരിയയുടെ അവിടെ നിന്ന് കാരണം റിവേഴ്സലാണ് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാം. അപ്പം നമ്മൾ 800 ലോസിലായിരുന്നു ബുക്ക് ചെയ്തത്. ഇപ്പം ഒരു 600-800 പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ്, ഞാൻ മാർക്കറ്റിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, മാർക്കറ്റ് ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം, അപ്പം കുറച്ചും കൂടെ മനസ്സിലാവും. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ പ്രീമിയം വൈസ് 752 ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ് ഏരിയ. അതിന് മുന്നേ ഒരു 35 ഒക്കെ എത്തിയപ്പോഴത്തേക്കും 32ൻ്റെ അവിടെ നിന്ന് റിവേഴ്സലാവാൻ തുടങ്ങി. അപ്പോഴത്തേക്കുമാണ് ഞാൻ നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട്, ഇവിടെയായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് വച്ചിച്ചു. അങ്ങനെ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇതായിരുന്നു ഇന്ന് ഓവറോൾ നമ്മൾ കോസ്റ്റിൽ തന്നെയാണ് ഇറങ്ങിയത്. ഇതാണ് ഇന്നത്തെ ട്രേഡും ലോജിക്കും. താങ്ക് യു, ബൈ.